ഗസയിൽ 35 ദിവസം മാത്രം പ്രായമുള്ള കുട്ടി പട്ടിണി കിടന്ന് മരിച്ചു. ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഞെട്ടലുമില്ലേ? നിങ്ങളിൽ ഇതൊരു ഞെട്ടലും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. അതല്ല, ഇത് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്നത് കൂടി കേൾക്കുക. ഗസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവ് മൂലം 35 ദിവസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചതായി ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയാണ് വെളിപ്പെടുത്തിയത്. ശനിയാഴ്ച ആശുപത്രിയിൽ പട്ടിണി കിടന്ന് മരിച്ച 2 പേരിൽ ഒരാളാണ് ഈ കുഞ്ഞ്. ഈ കുഞ്ഞിൻ്റെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഗസയിൽ ഇസ്രായേൽ അനുവദിച്ച അമേരിക്കൻ പിന്തുണയുള്ള സഹായ കേന്ദ്രങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന കിരാത നടപടിക്ക് പിന്നാലെ ഫലസ്തീനിൽ പട്ടിണി അതിരൂക്ഷമായി തുടരുകയാണ്. ഗസയിലെ ആരോഗ്യ മന്ത്രാലയം ആശുപത്രി അടിയന്തര വാർഡുകളിൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് 2 മരണങ്ങൾ സംഭവിച്ചത്. ഗസയിൽ 17,000 കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇവർക്കും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അതേസമയം ഇസ്രായേൽ സൈന്യം ഗസയിൽ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കുറഞ്ഞത് 116 പേർ കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. US പിന്തുണയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ GHF നടത്തുന്ന സഹായ കേന്ദ്രങ്ങളിൽ നിന്ന് ഭക്ഷണം തേടുന്നതിനിടെ വെടിയേറ്റ് മരിച്ച 38 പേരും ഈ 116-ൽ ഉൾപ്പെടുന്നുണ്ട്. ഗാൻ യൂനിസിന് തെക്ക് പടിഞ്ഞാറുള്ള ഒരു സ്ഥലത്തിനും റഫയ്ക്ക് വടക്ക് പടിഞ്ഞാറുള്ള മറ്റൊരു കേന്ദ്രത്തിനും സമീപമാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹമ്മൂദ് ബസാൽ പറയുന്നു. ഇവ രണ്ടും തെക്കൻ ഗസയിലാണ്. മരണങ്ങൾക്ക് കാരണം ഇസ്രായേൽ വെടിവെപ്പാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മെയ് അവസാനത്തോടെ ഫൗണ്ടേഷൻ സഹായ വിതരണം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അപകടകരമായ GHF സൈറ്റുകൾക്ക് സമീപം ഇസ്രായേലി സേനയും സ്വകാര്യ സൈനിക കരാറുകാരും ഏകദേശം 900 പലസ്തീനികളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും ചാരിറ്റികളും നടത്തുന്ന ഏകദേശം 400 കേന്ദ്രങ്ങൾക്ക് പകരമായി 4 കേന്ദ്രങ്ങൾ മാത്രമാണ് ഇസ്രായേൽ തുറന്നു കൊടുത്തത്. ഇവിടെ എത്തുന്നവരെയാണ് ഇസ്രായേൽ തന്നെ വെടിവെച്ച് കൊല്ലുന്നതും. ശനിയാഴ്ച സഹായം തേടിയെത്തിയവർക്ക് നേരെയുണ്ടായ വെടിവെപ്പ് കൊല്ലാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നുവെന്ന് ദൃക്സാക്ഷി മുഹമ്മദ് അൽ ഖാലിദി പറയുന്നു. പെട്ടെന്ന് ഒരു വശത്ത് നിന്ന് ജീപ്പുകളും മറുവശത്ത് നിന്ന് ടാങ്കുകളും വരുന്നത് ഞങ്ങൾ കണ്ടു. അവർ ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി, അദ്ദേഹം പറഞ്ഞു. വെടിവെപ്പിന് സാക്ഷിയായ മുഹമ്മദ് അൽ ബാർബറി പറയുന്നത് GHF കേന്ദ്രങ്ങൾ മരണക്കെണികൾ ആയെന്നാണ്. ആരെയും കൊല്ലാം. എൻ്റെ കസിൻ നിരപരാധിയായിരുന്നു. അവൻ ഭക്ഷണം വാങ്ങാൻ പോയി, ജീവിക്കാൻ ആഗ്രഹിച്ചു. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ അവൻ ജീവനോടെയില്ല, അൽ ബാർബറി പറയുന്നു. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നത് ഭക്ഷണം തേടിപ്പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഖബർ ഒരുക്കുക എന്നതാണ്. എന്ന് തീരും ഈ ദുരിതം?